ചേട്ടാ കട്ടിക്കൈ ഇങ്ങോട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ്, അതായത് മേളിൽ നിന്ന് വന്ന നമ്മൾ വലത്തോട്ട് തിരിയേണ്ടതായിരുന്നു. വാട്ടർ ക്രോസിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർ ക്രോസിങ്. പക്ഷെ വണ്ടി ഇതാന്നേ ഉള്ളൂ. ഇതുകൊണ്ടും നമ്മൾ ചെയ്യും. അതാണ് വണ്ടി നിൽക്കുമോ നിൽക്കാതിരിക്കുക ഒന്നും നമ്മൾ നോക്കരുത്. എന്നും പറഞ്ഞ് ആളില്ലാത്തടത്തൊന്നും പോയി കാട്ടിലൊക്കെ പോയി വാട്ടർ ക്രോസ് ചെയ്ത് നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ വഴിയില്ല കേട്ടോ. ഒന്നെങ്കിൽ വണ്ടി അവിടെ ഉപേക്ഷിച്ചിട്ട് പോരേണ്ടി വരും, അല്ലെ ആരെങ്കിലൊക്കെ വിളിച്ച് വന്ന് വീണ്ടും ചുമന്നുകൊണ്ട് 10-30 കിലോമീറ്റർ തിരിച്ചുമൊക്കെ പോകേണ്ടി വരും. ഇവിടെ എല്ലാം കടകളുണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് വെള്ളവും കാര്യങ്ങളും ഒന്നും കരുതേണ്ട കാര്യമില്ല. ഇനി അഥവാ കരുതിയാലും കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് കുപ്പിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുകൂടുക. ഇവിടെ ഒന്നും ഇടാൻ പാടില്ല. ഇവിടെ നല്ല നമ്മൾ ഒരിടത്ത് കൊണ്ടിടാൻ പാടില്ല. ഇതൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ലാസ്റ്റ് ഇവിടെ വന്നത്. ഇവിടുന്ന് ഇടത്തോട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ അതെ, ഇടത്തോട്ടാണ്. സൺസെറ്റ് ടൈമാണ്, അതുകൊണ്ട് സൂര്യ വിളിച്ചത്. വീണ്ടും വാട്ടർ ക്രോസ്, വീണ്ടും വാട്ടർ ക്രോസ്. പെട്ട് 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 വണ്ടി 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 വന്നു. ഫോണടിച്ചാൽ കയറിപ്പോകാനുള്ള സ്ഥലമുണ്ടോ? സ്ഥലം ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ഓർമ്മ വെച്ച് നമ്മൾ ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തി. എൻ്റെ അമ്മോ, ഇവിടെ അടുത്തെവിടെ എവിടെയോ ആണ് പാർക്കിംഗ് ഉണ്ട്. ശരിയുണ്ടായിരുന്നു. ഇത്രയും ദൂരം ഉള്ളതായിട്ടൊന്നും എൻ്റെ ഓർമ്മയിലില്ല. ഉണ്ട് കേട്ടോ, ഉണ്ട് ദൂരമുണ്ട് ദൂരമുണ്ട്. അതെ, നമ്മൾ പാർക്കിങ്ങിലെത്തി. ഒറ്റക്കടയിൽ ഇവിടെ ഒറ്റക്കടയില്ലല്ലേ ഇവിടെ പാർക്കിങ്. നമുക്ക് അപ്പുറത്ത് പാർക്ക് ചെയ്യാമായിരുന്നല്ലോ. ഇങ്ങോട്ട് മാറ്റിയോ? അതാ ഇവിടെയാണോ പാർക്കിംഗ് ഫീയോ ഒക്കെ വന്നു. ബൈക്ക് 10 രൂപ, കാറ് 30 രൂപ, ട്രാവലർ 50 രൂപ. പൈസ ഉണ്ടോ? എവിടെയാ? ഇവിടെ നോക്കാവോ? ഇവിടെ എന്നും പാൻ പാർക്കൊക്കെ വന്നതെന്ന് വെച്ചാൽ ഞാൻ വരുമ്പോൾ ഇവിടെ ഫുള്ള് നല്ല ഗ്രൗണ്ട് പോലെ കിടക്കും. ഇപ്പം നല്ല സൗകര്യങ്ങളൊക്കെ ആയി. ഇവിടെ ഫുള്ള് നല്ല സൗകര്യമായി. നടക്കാൻ വഴിയൊക്കെ ആയി. നേരത്തെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നേരത്തെ അതിലൂടെ പോയിരുന്നു. ഇപ്പം ഇതിലൂടെ മാത്രമേ പോകത്തുള്ളൂ. വന്നിട്ട് കുറേ നാളായി. അതുകൊണ്ട് എന്നാ ഇതൊന്നും പണിതെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. നേരത്തെ ആ പാറയുടെ മണ്ടയ്ക്കോട്ടൊക്കെ കയറിപ്പോയിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക. ഈ കുറച്ച് നടക്കാണ്. നേരത്തെ വേണ്ട ആ താഴെ കൂടെയൊക്കെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന് ഇറങ്ങുന്ന അപകടമാണ്. സ്വന്തം സുരക്ഷ സ്വയം പാലിക്കുക. 3 ഗ്രാമപഞ്ചായത്ത്. ഇവിടെ കുറെ കൂടെ സൗകര്യങ്ങളായി കേട്ടോ. ഇപ്പം നേരത്തെ ഒന്നും ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇരുന്നത്. നേരത്തെ ഇതിലൂടെ എല്ലാം നമുക്ക് നടക്കായിരുന്നു. ഈ കാണുന്ന ഇതിപ്പോൾ ഇവിടെ കമ്പി വരെ ഇട്ടിരിക്കുന്നുണ്ട്. നേരത്തെ അവിടുന്ന് അതിലൂടെ എല്ലാം നടക്കായിരുന്നു. ഇപ്പം ഇതിലൂടെ മാത്രമേ പോകത്തുള്ളൂ. ഇവിടെ താഴെയൊക്കെ നേരത്തെ കുളിക്കായിരുന്നു. പക്ഷെ ഇപ്പം കുളിക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഷെഡൊക്കെ നേരത്തെ ആർക്കും അറിയത്തില്ലാത്ത സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒരുപാട് വ്ളോഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ എങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു കേട്ടോ.
പിന്നെ താഴെ തലയും തല്ലി അതൊക്കെ നല്ല തെന്നുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ വീഴും. ഇവിടെയൊക്കെ കുളിക്കാം, പക്ഷേ ഇപ്പം ഇത് അപകടമാണ്. കാരണം നേരത്തെ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്നത് ഇവിടുന്ന് ഇതിൻ്റെ മേളിൽ, ഇപ്പം അങ്ങോട്ട് പോകത്തില്ല. ഇപ്പം അങ്ങോട്ട് നമുക്ക് കടത്തി വിടത്തില്ല. ഇവിടെ ഫുള്ള് കമ്പിവേലി ഇങ്ങനെ വട്ടത്തിൽ ഇട്ടേക്കുക. സോ ഇവിടുന്നെങ്ങാനും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഈ പോക്ക് നേരെ പോയി ഇത് ആ കാണുന്ന അവിടുന്ന് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമാണ് നമ്മുടെ കാര്യത്തിൽ തീരുമാനവും. സോ നമുക്കവിടെ ഇപ്പം ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വിശ്വാസം. വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് ആ കാണുന്നത്. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇവിടുന്ന് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. ഇവിടുന്ന് കാണാമെന്ന് തോന്നുന്നു. ഇത് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്. ആ കാണുന്ന സ്ഥലം ഈ നമ്മളിപ്പോൾ കണ്ട അവിടുന്ന് വരുന്ന ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒഴുകിയത് ഇവിടെയാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടുന്നാണ് നമ്മുടെ താഴോട്ടുള്ള വെള്ളം വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോകണം. ഇതാണ് നമ്മളെ ഇറങ്ങിപ്പോകുന്ന വഴി. ഇതാണ് ഈ കാണുന്നതാണ്. ഇതുവഴി നേരെ അങ്ങ് താഴെ ചെന്നാലേ, ഇപ്പോൾ ആ കാണുന്ന നിരപ്പി ചെന്നാലേ നമുക്ക് ആ വെള്ളച്ചാട്ടം ശരിക്കും കാണാൻ പറ്റുള്ളൂ ഫുൾ രൂപത്തിൽ. പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ് മേളിൽ നിന്നുള്ള വ്യൂ. വളരെ കലുഷിതമായിട്ടാണ് ഒഴുകി വരുന്നത്. ഇതാണ് ശരിക്കും വെള്ളച്ചാട്ടത്തിൻ്റെ. അത് നമ്മൾ ചെറിയ ആ മണ്ടെന്നുള്ള ഒരു ചാവല് പോലെ വന്നിത്. ഇതാണ് ശരിക്കും സ്റ്റാർട്ടിങ്. ഇവിടെ താഴെ പോകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷെ ഇവിടെ നിന്ന് തന്നെ നല്ല അപ്പാര വ്യൂ, നല്ല അപ്പാര വ്യൂ ഉണ്ടോ. വരുന്ന വഴികളൊക്കെ ഇച്ചിരി റിസ്ക്കിയാണ്. ഇതിലും റിസ്ക്കിയാണ് കുറച്ച് താഴോട്ട് ചെല്ലുമ്പോൾ. ഇങ്ങനെ ഇറങ്ങി പോകണം. എന്താ ഇവിടുന്ന് ഏകദേശം നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. പിന്നെ ആ കാണുന്നതാണ് ഞാൻ മേടിന് മുമ്പ് പറഞ്ഞ നിരപ്പ് പോലത്തെ ഉള്ള ആ സ്ഥലം. അവിടെ നിന്നിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ഇവിടെ നിന്ന് അയ്യോ എൻ്റെ പൊന്നെ, ആ വൈകുന്നേരത്തെ സൺസെറ്റിൻ്റെ ആ ലൈറ്റിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു. കാണാൻ നല്ല രസമുണ്ട്. എന്തായാലും നമുക്ക് താഴോട്ട് പോവാം. ഇറങ്ങിപ്പോണെങ്കിൽ കുറച്ച് പാടാണ്. എല്ലാവർക്കും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇവിടെ. കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുള്ള വഴി പറഞ്ഞുതരാം. പ്രത്യേകിച്ച് പിള്ളേരെന്നല്ല, ആ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ വരാൻ. കാരണം വഴി കുറച്ച് ദുർഘടമാണ്. ഈ കാണുന്ന ഇവിടം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എന്തേരെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അതും വഴികളും ഒക്കെ കണ്ടോ, ഫുൾ തെന്നലുള്ള വഴികളാണിത്. എന്താ ഫുള്ള് തെന്നലാണ്. അതാണ് ചെറുതായിട്ട് ഇറച്ചിലൊക്കെ അടിക്കുന്നതാണ് നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ. ഇവിടം വരെ ഞാൻ പറഞ്ഞ ആ പാടുള്ള സ്ഥലം. അത് കഴിയുമ്പോൾ എന്താ ഇതുപോലെ ഗോണിയൊക്കെ ഞാൻ പണ്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ എന്താ അതിൻ്റെ അകത്തൂടെ കാണുന്ന ആ സ്ഥലം വഴിയാണ് ഞാൻ പോയിട്ടുള്ളത്. ഇവിടുന്ന് ഭയങ്കര പാടാണ് ഇറങ്ങിപ്പോവാൻ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത്ര എഫക്റ്റീവ് പറഞ്ഞത്. പക്ഷെ എഫക്റ്റ് മാത്രമല്ല, കണ്ട ഇതാ അവിടെ രണ്ടുപേര് നിൽക്കണുണ്ട്. ഇത്രയും സ്റ്റീപ്പായിട്ടാണ് നമ്മൾ ഇറങ്ങി വരേണ്ടത്. ആ ഇപ്പം കാണിച്ച വഴി അങ്ങനെ വരുള്ളൂ, വഴി. സോ ഇവിടെ നിന്ന് ആ മരത്തിൻ്റെ ഇടയ്ക്കൂടെ സൺസെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ കുത്തുപാറയാണ്. അതിൻ്റെ ഒരു ചെറിയ വിടവുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഇവിടുന്ന് ഇപ്പോൾ ആൾക്കാർ കയറിപ്പോകുന്നൊരു ഷോട്ട് കാണിക്കാം. എന്നാലും ഇതിൻ്റെ പൊക്കം എന്തൊരു സ്റ്റീപ്പായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം അറിയത്തുള്ളൂ. കണ്ടോ ഇവരിപ്പോൾ കയറിപ്പോകുന്ന വഴിയുണ്ടോ, ഇത്രയും പൊക്കത്തിൽ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പം അതിന് ഉള്ള കേപ്പബിലിറ്റി ഉള്ളവർ മാത്രമേ വരാവുള്ളൂ എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇതുണ്ടോ എത്രയും ടോപ്പിലാണ് ആ കാണുന്ന, അത്രയും ടോപ്പിലോട്ടാണ് നമ്മൾ കയറിപ്പോണ്ട്. ഇവർ നമ്മൾ നേരെ താഴോട്ട് വന്നത് അവിടെ കാണുന്ന അവിടെയാണ്. എനിക്കൊന്ന് വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. കാരണം കുറേ നാളായല്ലോ ഇവിടെ വന്നിട്ട്. അപ്പം നമ്മൾ ഇറങ്ങി താഴെ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിക്കാം. ഇതിൻ്റെ താഴെ നമുക്ക് വേറൊരു വെള്ളച്ചാട്ടം കൂടെ ഉണ്ട്. പറ്റുവാണെങ്കിൽ അതും കൂടെ
കാണിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട്. താഴത്തെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാൻ വേണ്ടി ഇവിടെ നമുക്കൊരു വഴിയൊക്കെ, ഇത് പണ്ടത്തെ വഴിയാണ് കേട്ടോ, നേരത്തെ ഉണ്ടായിരുന്ന വഴി അങ്ങോട്ട് പോകാനുള്ളത്. നമുക്ക് തന്നെ താഴത്തെ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാം. ഇവിടെ നിന്നുള്ള വ്യൂ അപ്പായ വ്യൂ കേട്ടോ. എന്താ എറിച്ചിലടിക്കുന്ന എറിച്ചിൽ എന്താ എറിച്ചിൽ. ഈ മരവും കൂടി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നിന്ന് തന്നെ എൻ്റെ ഒരു ഫുൾ വ്യൂ കാണാമായിരുന്നു. അപ്പം നല്ല സൗണ്ട് ഉണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് കീഴെ വന്നിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കട്ടിക്കയം വാട്ടർഫോൾസ് എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടം. അതുകൊണ്ടോ അതിൽ എറിച്ചിലടിക്കുന്ന എന്തേരം സുഹൃത്തേക്കാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തേരം ഫോഴ്സിലാണ് വീഴുന്നതെന്നുള്ളത്. വാ, നമ്മളതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എത്ര പവറിലാണ് ആ വെള്ളം വീഴുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, ബ്ലൂയിഷ് കളറ് കണ്ടോ. നല്ല രീതിയിൽ ഇപ്പോൾ എറിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മേളിൽ മഴയാണ്, വെള്ളത്തിന് അളവ് കൂടിയിട്ടുണ്ട്. നമുക്ക് കയറി വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്. അവിടെ മേളിൽ വരെ വന്ന് നിന്ന് കാണേണ്ടവർക്ക് കാണാം. എന്നാലും താഴോട്ടിറങ്ങണമെങ്കിൽ കണ്ടോ, ഏണി ആണെന്ന് നമ്മൾ താഴോട്ട് വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന വ്യൂ ആണിത്. ഇതാണ് നമ്മുടെ താഴത്തോട്ട് വെള്ളം പോകുന്നത്. ആ കാണുന്ന മലയുടെ മേളിലൊക്കെ പോകാൻ തോന്നുന്നു. നമ്മുടെ മേളിൽ നിന്ന് അതിലൂടെ നമ്മുടെ വഴി വരുന്നത്. ആ വഴി വരുന്ന വഴിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നു. എന്തായാലും കാണാൻ അടിപൊളിയാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഫോക്കസ് ആകുന്നില്ലോ. വേണോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സോ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പം ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടി. ഇവിടെ ഇത്ര ആൾക്കാരൊക്കെ ആയി. എന്തായാലും നമ്മൾ ഇതാണ് ഇപ്പം കാണിച്ച ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം ഇതാണ്. ഇതുപോലെ തന്നെ ഏകദേശം ഇനിയും ഇവിടുന്ന് കയറി വരുന്നതാണ് ഒരു ടാസ്ക്. പിന്നെ ഇനിയിപ്പോൾ തിരിച്ച് കയറുന്ന വഴിയും കുറച്ച് ടാസ്ക്. തിരിച്ച് കയറുന്ന സെയിം വഴി തന്നെയാണ്. ഇതാണ് ഇപ്പം നമ്മളെ മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിഞ്ഞില്ല. എന്നാൽ ഇപ്പം ഉണ്ടോ എത്ര സ്റ്റീപ്പായിട്ടാണ് കിടക്കുന്നതെന്നുണ്ടോ നമ്മുടെ വഴി മേലോട്ടുള്ളത്. സോ ഇത് രണ്ടാമത്തെ വാട്ടർഫോള്, ഇത് ആദ്യമത്തെ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കട്ടിക്കയം വാട്ടർഫോൾ എന്ന് പറയുന്ന വാട്ടർഫോള്. അവിടെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കാണുന്നത് ഈ രണ്ടാമത്തെ വാട്ടർഫോൾ. ഇവിടെ ചെറിയൊരു ബാൽക്കണി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നേരെ താഴോട്ട് നോക്കിയാൽ രണ്ടാമത്തെ വാട്ടർഫോൾ കാണാൻ വേണ്ടി മാത്രം. ഇതിൻ്റെ ഈ ഇങ്ങേ അറ്റത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ്. എനിക്ക് തോന്നുന്നു മറ്റേനേക്കാൾ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ഈ താഴത്തെ വാട്ടർഫോളാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കാണാനുള്ള ഒരു ഇതുവഴി ഇറങ്ങിപ്പോയാൽ മതി. പക്ഷെ ഇപ്പം റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. വേറൊരു ദിവസം നമുക്ക് അതും കൂടി ചേർത്ത് ഒരു വ്ലോഗ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കുത്തനെയുള്ള കയറ്റം എന്തേലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ശ്വാസം എടുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തേലും ഉണ്ടെന്ന്. സോ അങ്ങനെ ഉള്ളവരെ ഇവിടെ വരാവുള്ളൂ. അയ്യോ, നല്ല രീതി കണ്ട വെള്ള താഴെ വരെ പോയിരിക്കുന്ന കണ്ട. ചങ്കിൻ്റെ ഹാർട്ട് റേറ്റൊക്കെ ഇപ്പോൾ കൂടി. അതുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മൾ ഏകദേശം മേളിലെത്താറായി. നമ്മളങ്ങനെ മേളിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ വണ്ടി വെച്ചിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്താണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ശ്വാസം എടുക്കട്ടെ, ശ്വാസം കിട്ടുന്നില്ല. അയ്യോ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.